എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയതുപോലെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് മലയാളം ലെജൻഡ്സ് ആയിട്ടുള്ള കുറച്ച് ജേർണലിസ്റ്റുകളെ കുറിച്ചാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്നോ രണ്ടോ പേരെക്കുറിച്ച് നിർബന്ധമായിട്ടും ചോദ്യം വരാൻ സാധ്യതയുണ്ട്. എന്നാൽ എല്ലാവരെയും കുറിച്ച് വരണമെന്ന് നിർബന്ധവുമില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കി വയ്ക്കുക. ഇതിൽ പ്രധാനപ്പെട്ട എസ് സദാനന്ദ്, അതുപോലെ തന്നെ രാംനാഥ് ഗോയൻക, പതൻ ജോസഫ്, കുൽദീപ് നായർ എന്നിവരെ കുറിച്ച് ചോദിച്ച് കണ്ടിട്ടുണ്ട് ഇതുവരെ. അതുപോലെ തന്നെ ലെജൻഡ്സ് ഓഫ് മലയാളം ജേർണലിസം എന്ന ഭാഗത്തിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് മലയാളം ജേർണലിസത്തിന് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതിൽ ഹർമൻ ഗുണ്ടർട്ടിൻ്റെ ചോദ്യം കണ്ടിട്ടുണ്ട്. കണ്ടത്തിൽ വർഗീസ് മാപ്പിള ചോദിക്കാറുണ്ട്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ ചോദിക്കാറുള്ളത് CV കുഞ്ഞിരാമൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 ക്ലാസ്സാണ് നമുക്കിനി എടുക്കാനുള്ളത്. ആദ്യത്തെ ക്ലാസ്സിൽ ലെജൻഡ്സ് ഓഫ് ജേർണലിസം ഇന്ത്യൻ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ 4 പേരെ കാണും, 6 പേരെ കാണും. അതിനുശേഷം ബാക്കിയുള്ളവരെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തേത് എസ് സദാനന്ദ്. എസ് സദാനന്ദ് ഈസ് റിമെമ്പേർഡ് ആസ് എ fearless freedom fighter and brilliant editor. He inspired a whole generation of journalists. Sadanand also started the Tamil daily Dinamani in 1934. In 1933, he bought the Indian Express from Varadarajulu Naidu. The ownership of the paper was later handed over to Ramnath Goenka. ആദ്യം വരദരാജലു എന്ന് പറയുന്ന ആളിൽ നിന്ന് ദി ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അധികാരം അദ്ദേഹം മേടിച്ചെടുക്കുന്നു എസ് സദാനന്ദ്. അതിനുശേഷം അത് പ്രസിദ്ധീകരിക്കാനുള്ള അവകാശം രാംനാഥ് ഗോയൻകയ്ക്ക് കൊടുക്കുന്നു. എസ് സദാനന്ദ് ഒരു നല്ല ഫ്രീഡം ഫൈറ്ററും ആയിരുന്നു. ഒപ്പം തന്നെ തമിഴിൽ ദിനമണി എന്ന പത്രം ആരംഭിച്ച തുടക്കക്കാരനും അദ്ദേഹമാണ്. ബട്ട് സദാനന്ദ് ഈസ് മോസ്റ്റ്ലി റിമെമ്പേർഡ് ആസ് ദ പ്രൊപ്പറൈറ്റർ ആൻഡ് എഡിറ്റർ ഓഫ് ദി Free Press of India, a nationalist news agency founded in 1927, and the Free Press Journal, a daily newspaper in English established in 1930 and published from Mumbai. മുംബൈയിൽ നിന്ന് പബ്ലിഷ് ചെയ്തിരുന്ന ഫ്രീ പ്രസ് ജേണൽ എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ പേരിലും ഫ്രീ പ്രസ് ഓഫ് ഇന്ത്യ എന്ന ന്യൂസ് ഏജൻസി, ഇന്ത്യക്ക് വേണ്ടി ഒരു ന്യൂസ് ഏജൻസി വേണമെന്നുള്ള ആവശ്യത്തിൻ്റെ പുറത്താണ് 1927 അങ്ങനെ ഒരു ഏജൻസി തുടങ്ങിയത്. പക്ഷെ അത് അധികകാലം കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല. Reuters, the British news agency, enjoyed a monopoly in the news collection and distribution process. It was not interested in reporting news of the freedom struggle. Many Indian leaders felt that a British-controlled organization could never reflect the Congress point of view accurately. Hence, a strong need was felt to start an independent nationalist news agency. The man who translated this idea into a reality was S. Sadanand, who had served for some years with Reuters. Thus, Free Press of India came into existence in 1927. ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. ന്യൂസ് ഏജൻസികളെ കുറിച്ച് പറഞ്ഞപ്പോൾ റോയിറ്റേഴ്സിന് പകരം ഇന്ത്യൻ ന്യൂസ് ഏജൻസി വരണമെന്നുള്ള ആഗ്രഹത്തെ മുൻനിർത്തി എസ് സദാനന്ദ് ഫ്രീ പ്രസ് ഓഫ് ഇന്ത്യ എന്ന ഏജൻസി തുടങ്ങി. പക്ഷേ അദ്ദേഹത്തിന് അത് പിന്നീട് കുറേ കാലം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല എന്ന് പറഞ്ഞു. The British government came down with a heavy hand on this news agency. Free Press of India Telegram were subjected to strict censorship and many newspapers were pressurized to not to publish news supplied by this agency. Sadanand had to close down the agency eventually. The British Indian government persecuted him under the press law and convicted in 1930. On a number of occasions, monetary security were demanded of him and he has lost substantial amount of money. അപ്പോൾ റോയിറ്റേഴ്സിനെതിരെ ഇങ്ങനൊരു സംഘടന, ഒരു ന്യൂസ് ഏജൻസി വന്നത് ബ്രിട്ടീഷുകാർക്ക് അത്ര താല്പര്യം ഉണ്ടായില്ല. അപ്പോൾ അതിനെ തകർക്കാനും അതിൻ്റെ പ്രവർത്തനം നിർത്തിക്കാനും വേണ്ട നടപടികൾ അവർ സ്വീകരിച്ചുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഫൈൻ ആവശ്യപ്പെടുക, അല്ലെങ്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൂട്ടി പറഞ്ഞുകൊണ്ട് ഇവർക്ക് അടയ്ക്കാൻ പറ്റാത്തൊരു എമൗണ്ടിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ശ്രമം നടത്തി. ഇൻ 1930s he
founded the Free Press Journal, which actively supported the freedom struggle of movement. FPJ was a launch pad for series of journalists in India. Bal Thackeray, R.K. Lakshman and T.J.S. George were some of former employees of FPJ. പക്ഷേ സദാനന്ദിൻ്റെ ഫ്രീ പ്രസ് ജേണൽ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം ഒരുപാട് ഇന്ത്യക്കാർക്ക് സ്വന്തമായിട്ട് ജേണൽ തുടങ്ങാൻ അല്ലെങ്കിൽ ഫ്രീഡം സ്ട്രഗിളിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എഴുതാൻ കഴിയുന്ന ഒരുപാട് ജേർണലിസ്റ്റുകളെ സംഭാവന ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. Sadanand never went to college and a self-taught journalist. J.K. Singh calls him a great journalist but a poor business manager. Rangaswamy Parthasarathi calls him an able editor, an innovator and a fearless patriot. He died at the age of 53 in 1953. അദ്ദേഹത്തെ പലരും പല രീതിയിലാണ് കണക്കാക്കിയിരുന്നത്. ചിലർ പറയുന്നു നല്ലൊരു ജേർണലിസ്റ്റാണ്, പക്ഷെ ബിസിനസ് മൈൻഡഡ് ആയിട്ട് പ്രസ്സിനെ കൊണ്ടു നടക്കാൻ അറിയാത്ത വ്യക്തിയാണ്. ചിലർ പറയുന്നു നല്ല എഡിറ്ററാണ്, ഒരു ഇന്നോവേറ്ററാണ്, ഫിയർലെസ് പാട്രിയോട്ടാണെന്ന് പറയുന്നു. പക്ഷേ ഇവിടെയൊക്കെയുള്ള പ്രശ്നം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ അനന്തര നടപടികളുടെ ഭാഗമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പൂട്ടിപ്പോകേണ്ടി വന്നതാണ് പല പ്രസിദ്ധീകരണങ്ങളും. നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി രാംനാഥ് ഗോയൻക. രാംനാഥ് ഗോയൻക വാസ് എ ബ്രേവ് പബ്ലിഷർ who dared to challenge the authorities. He launched the Indian Express and created the Indian Express Group with various English and regional language publications. Ramnath Goenka Excellence in Journalism Award, named after Ramnath Goenka, have become one of the most prestigious award function for Indian journalists, almost like the Pulitzer Academy Award ceremony in US. US-ൽ പുള്ളിസ്റ്റർ അവാർഡ്, പുള്ളിസ്റ്റർ പ്രൈസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. ഇന്ത്യയിലെ പല ജേർണലിസ്റ്റുകൾക്കും പുള്ളിസ്റ്റർ പ്രൈസ് കിട്ടിയിട്ടുള്ളതാണ്. വളരെ പോപ്പുലറായിട്ടുള്ള ചില ആളുകൾക്ക്. രാംനാഥ് ഗോയൻകയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ശേഷം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജേർണലിസ്റ്റ് പ്രവർത്തനം നടത്തുന്ന വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഇന്ത്യൻ ജേർണലിസ്റ്റ് അവാർഡാണ് രാംനാഥ് ഗോയൻക അവാർഡ് എന്ന് പറയുന്നത്. ഗോയൻക came to Madras and worked as dispatch vendor of the Free Press Journal. Later he took over the ownership of loss-making Madras edition of Free Press Journal. He bought the Indian Express and became a newspaper baron. In 1941, he was elected the president of National Newspaper Editors Conference. He was also appointed a member of the Constituent Assembly of India. അപ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങൾ. ആദ്യം ഒരു ന്യൂസ് പേപ്പർ ഫ്രീ പ്രസ് ജേണലിൻ്റെ ഡെസ്പാറ്റ് വെണ്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന, ഇതിങ്ങനെ ഇവിടുന്ന് കൂട്ടമായിട്ട് പർച്ചേസ് ചെയ്ത് ഇന്ന സ്ഥലത്ത് വിതരണം ചെയ്യുന്ന അത്തരമൊരു ജോലി ചെയ്തിരുന്ന ആളായിരുന്നു. നമ്മളുടെ എസ് സദാനന്ദുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചിരുന്ന ആളാണ്. അതിനുശേഷം അദ്ദേഹം ഫ്രീ പ്രസ് ജേണലിൻ്റെ മദ്രാസ് എഡിഷൻ മേടിക്കുകയും അതിനുശേഷം ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഓണറായിട്ട് മാറുകയും പിന്നീട് വലിയൊരു പത്രസ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മീഡിയ സിൻഡിക്കേറ്റിൻ്റെ അധിപനായിട്ട് മാറുകയും ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന് ആ ഒരു പത്രപ്രവർത്തനത്തിൻ്റെ പേരിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് മെമ്പർഷിപ്പും കിട്ടി. രാജ്യസഭയിലേക്ക് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തു. ഗോയൻക ഈസ് പെർഹാപ്സ് നോൺ ഇന്ത്യൻ ജേർണലിസം മോസ്റ്റ്ലി ഫോർ ഹിസ് fierce opposition to former Prime Minister Indira Gandhi during the days of emergency, while many of other reputed newspapers chose to remain silent. The Indian Express was the forefront in the fight against emergency. അദ്ദേഹത്തെ പോപ്പുലറൈസ് ചെയ്തത് ഒരുപാട് വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെടുകയും ശക്തമായിട്ടുള്ള നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്തു. എന്നിരുന്നാലും അദ്ദേഹത്തെ ഇന്നും ഓർത്തിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം നാഷണൽ എമർജൻസി പീരീഡിൽ ബാക്കി പത്രങ്ങളൊക്കെ കെടുന്ന് എഴഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പത്രം നേരെ നിന്ന് ശബ്ദിക്കാൻ തയ്യാറായി എന്നതിൻ്റെ പേരിലാണ് ഇന്നും ഇദ്ദേഹത്തെ ഓർക്കുന്നത്. He continued printing news articles, brushing aside the censorship imposed. He overcame sudden electricity failure and the fine charged against the newspaper for refusing to conform to government demands. A day after the emergency was imposed,
Goenka asked the Indian Express to carry a blank editorial as a sign of protest. To this day, this act by the Indian Express is perceived to have sent across a stronger message to the then government than written words. According to Kuldeep Nair, the editor of the Indian Express during emergency, credits must be given to Ramnath Goenka for doing this. We could not have done anything without him. We did not have a blank front page but left 2 columns blank. That was our protest. Not many papers did that, none at that time. അപ്പോൾ കുൽദീപ് നായർ പറയുന്നത് രാംനാഥ് ഗോയൻക ഉള്ളത് കൊണ്ടാണ് ഇന്ത്യൻ എക്സ്പ്രസ് അത്രയും ശക്തമായിട്ടുള്ള നിലപാട് ആ സമയത്തെടുത്തത്. അവരവരുടെ എഡിറ്റോറിയൽ പോലും എഴുതാതെ ആ സ്ഥലം ബ്ലാങ്ക് ആക്കിയിട്ടിട്ടാണ് പ്രതിഷേധിച്ചത്. അപ്പം സാധാരണക്കാരൻ ചോദിക്കും, ഒരു ബ്ലാങ്ക് ആക്കിയിട്ടേനാണ് ഇത്ര വലിയ പ്രതിഷേധം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും അത് പ്രതിഷേധമാണ്. കാരണം ഒരു പത്രത്തെ സംബന്ധിച്ചിടത്തോളം അവർ എഡിറ്റോറിയലിന് കൊടുക്കുന്ന പ്രാധാന്യം അത്ര വലുതാണ്. അത്രയും പ്രാധാന്യം അർഹിക്കുന്ന എഡിറ്റോറിയൽ വേണ്ടാന്ന് വെച്ചിട്ട് അവർ പ്രതിഷേധിക്കാൻ തീരുമാനിക്കുമ്പോൾ അത് ആ പത്രത്തെ സംബന്ധിച്ചിടത്തോളം, ആ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ പ്രതിഷേധം തന്നെയാണ്. A bitter property dispute broke out among the family after Ramnath Goenka died in 1991. The newspaper was divided into 2 separate publishing entities, one controlled by Vivek Goenka and the other by his cousin Manoj Kumar Sontalia. Vivek Goenka received ownership of Mumbai-based Indian Express Limited, controlling the 7 North Indian edition. Manoj Kumar Sontalia received ownership of the New Indian Express, controlling the 9 South Indian edition. രാംനാഥ് ഗോയൻക ഇല്ലാതായതോടുകൂടി ഇന്ത്യൻ എക്സ്പ്രസ്സിൽ തന്നെ ഒരു സ്പ്ലിറ്റിനത് കാരണമായി. സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ എന്നുള്ള 2 കാറ്റഗറൈസേഷനിലേക്ക് അത് പിന്നീട് മാറാനായിട്ട് കാരണമായി. ഇനി പോത്തൻ ജോസഫ്. പോത്തൻ ജോസഫ് lived through a turbulent period during the modern Indian history and made his mark on Indian journalism. He is generally recognized as one of the greatest Indian journalists. He was a close associate of Jawaharlal Nehru. For some time, he was the editor of Mahatma Gandhi's Young India. After completing his school education at Chenganur, Joseph went to Kottayam for his 2-year intermediate course at the CMS college there. Later, he took his degree from the Presidency College, Madras, and later took his LLB from the University of Bombay. But a few months' practice as a lawyer in Trivandrum made him realize that law was not his cup of tea. അപ്പോൾ ആദ്യം പോത്തൻ ജോസഫിനെ ഓർക്കുന്നത് എപ്പോഴും ജവഹർലാൽ നെഹ്റുവുമായിട്ട് അടുത്തു നിന്ന് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയും ഒപ്പം തന്നെ മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യയുടെ എഡിറ്ററായിരുന്നു. എപ്പോൾ ഗാന്ധി പത്രം ഇറക്കിയതിൻ്റെ പേരിൽ ജയിലിൽ പോയപ്പോൾ ഗാന്ധിക്ക് പകരം എഡിറ്റർഷിപ്പ് ഏറ്റെടുക്കാൻ തയ്യാറായ കേരളത്തുകാരനാണ് പോത്തൻ ജോസഫ്. ജോസഫ് ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതകളൊക്കെ ഉള്ള വ്യക്തിയാണ്. CMS കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കുന്നു. അതിനുശേഷം ഡിഗ്രി എടുക്കുന്നു. അതും മദ്രാസ് കോളേജിൽ, പ്രസിഡൻസി കോളേജിൽ പോയിട്ട് അതിനുശേഷം LLB ബോംബെയിൽ നിന്ന് എടുക്കുന്നു. പക്ഷെ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, എൻ്റെ ലൈഫ് അല്ലെങ്കിൽ എൻ്റെ ജീവിത മാർഗം, ഉപജീവന മാർഗം വക്കീൽ പണിയല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം അത് ഉപേക്ഷിച്ച് ആദ്യം ഫ്രീഡം നേടിയെടുക്കാനും അതിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനൊക്കെ അദ്ദേഹം തീരുമാനിച്ചു. While in Secunderabad, he got the first regular journalist job of writing a column in the Hyderabad Bulletin. The Bombay Chronicle under B.G. Horniman was popular in those days. A couple of journalist friends introduced him to Horniman, who appointed him a journalist in Chronicle. This was an opening for him to the world of journalism. അങ്ങനെ സെക്കൻഡറാബാദിൽ ഇരിക്കുമ്പോൾ ആദ്യമായിട്ട് അദ്ദേഹത്തിനൊരു ജേർണലിസ്റ്റിക് ടേസ്റ്റ് ഉണ്ടെന്ന് തിരിച്ചറിയപ്പെടുകയും അദ്ദേഹം ഹൈദരാബാദ് ബുള്ളറ്റിന് വേണ്ടിയിട്ട് ഒരു ലേഖനം എഴുതുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ബോംബെ ക്രോണിക്കിളിലേക്ക് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് അദ്ദേഹത്തെ സജസ്റ്റ് ചെയ്യുകയും അവിടെ അദ്ദേഹത്തെ അപ്പോയിൻ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ നിന്നാണ്
ഒരു ജേർണലിസ്റ്റായിട്ട് തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും, അല്ലെങ്കിൽ ജേർണലിസമാണ് എൻ്റെ മാർഗം എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. Joseph had plenty of opportunity to meet and move with great personalities in his life such as Gandhiji, Jawaharlal Nehru, Devadas Gandhi, Dr. S. Radhakrishnan, Ramnath Goenka, Muhammad Ali Jinnah, C. Rajagopalachari, Sarojini Naidu, Kasturi Srinivasan, M. Shivaram, S. Sadanand, C. Chalapati Rao, Frank Morais and Indira Gandhi. ഒരുപാട് പോപ്പുലറായിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് വ്യക്തികളുമായിട്ട് അദ്ദേഹം അസോസിയേറ്റ് ചെയ്തു. ഹി വാസ് ഐദർ ദ ഫൗണ്ടർ ഓഫ് ഡെവലപ്പർ ഓഫ് മെനി ഫേമസ് ന്യൂസ് പേപ്പർ സച്ച് ആസ് ഹിന്ദുസ്ഥാൻ ടൈംസ്, ദ മെയിൽ, ദി ഇന്ത്യൻ എക്സ്പ്രസ്, ഡെക്കാൻ ഹെറാൾഡ് ആൻഡ് ദി ഡോൺ ഓഫ് പാകിസ്ഥാൻ സ്റ്റാർട്ടഡ് ഇൻ ഡൽഹി ബൈ ജിന്ന. പോത്തൻ ജോസഫ് was connected with dozens of newspapers either as editor or as a columnist, but he was most well known for his delightful and deeply thought-provoking column over a cup of tea. അദ്ദേഹം ഒരുപാട് പത്രങ്ങളിൽ, പ്രത്യേകിച്ച് ജിന്ന സ്ഥാപിച്ച ദി ഡോൺ എന്ന പത്രത്തിൽ ഉൾപ്പെടെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വർക്ക് ചെയ്തതിൻ്റെ ഒരുപാട് കോളംസ് എഴുതി, ഒരുപാട് പത്രങ്ങൾക്ക് എഡിറ്റർഷിപ്പ് എടുത്തു. എല്ലാം ചെയ്തപ്പോഴും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഒരു തോട്ട് പ്രൊവോക്കിംഗ് കോളം അദ്ദേഹം എഴുതിയിരുന്നു. അതിൻ്റെ പേരാണ് ഓവർ എ കപ്പ് ഓഫ് ടീ. ഹി വാസ് നൊട്ടോറിയസ് ഫോർ റോളിംഗ് ഫ്രം ന്യൂസ് പേപ്പർ ടു ന്യൂസ് പേപ്പർ, ബട്ട് ദർ വാസ് ഓൾവേസ് വാലിഡ് റീസൺ ഫോർ ഹിസ് റോളിംഗ്. ജോസഫ് വുഡ് ഓൾവേസ് ഗാർഡ് editorial freedom and demanded that the proprietors should take good care of those who work in the editorial wing and never encroach upon their freedom. He will be remembered as a journalist with great scholarship, sense of humor, conviction and daring. He had also straightforwardness to uphold the special role of the editor in newspapers. അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള ക്വാളിറ്റീസാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിൽ അദ്ദേഹം എങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു എന്ന് വളരെ ലൈറ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല ഹ്യൂമർ സെൻസുള്ള, ഒപ്പം തന്നെ പേടിയില്ലാത്ത, എന്തിനേയും സധൈര്യം നേരിടുന്ന വളരെ മികച്ച ഒരു സ്കോളറായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. അപ്പോൾ പോത്തൻ ജോസഫിനെ കുറിച്ച് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. കാരണം ഗാന്ധിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ യങ് ഇന്ത്യയുടെ എഡിറ്റർഷിപ്പ് ഏറ്റെടുത്ത വ്യക്തിയാണ്, കുറച്ച് നാളത്തേക്കാണെങ്കിൽ പോലും. ഇനി കുൽദീപ് നായർ, ഇന്ത്യ കണ്ട ഏറ്റവും ഡയറിങ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ്. 2018 അദ്ദേഹം മരിക്കുന്നത്. വളരെ റീസെൻ്റായിട്ടാണ് മരിച്ചത്. അതുവരെ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി അദ്ദേഹം ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിലായാലും അതിനുശേഷം പത്രസ്വാതന്ത്ര്യത്തിനായാലും വേണ്ടിയിട്ട് ചെലവഴിച്ച വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ സാധ്യത കുൽദീപ് നായരെ കുറിച്ച് ചോദിക്കാനാണ്. Kuldeep Nair was one of the stalwart of Indian journalism. He belonged to a tribe of journalists whose commitment, integrity and honesty stood above everything else. He was also a columnist, human rights activist, author and former High Commissioner of India to the United Kingdom. He had also served as a nominated member of Rajya Sabha in 1997. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരങ്ങളൊക്കെ അദ്ദേഹം ജേർണലിസം എന്ന പ്രൊഫഷനിലൂടെ നേടിയെടുത്ത അംഗീകാരങ്ങളാണ്. അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ഈ രാജ്യം തിരിച്ചു കൊടുത്ത ഹോണറാണ്. അപ്പോൾ അതിൽ തന്നെ പ്രത്യേകമായിട്ട് പറയുന്നു, അദ്ദേഹം ഒരു ഹ്യൂമൻ ആക്ടിവിസ്റ്റ് ആയിരുന്നു, കോളംനിസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ UK ഇന്ത്യയുടെ ഹൈ കമ്മീഷണറായിട്ട് ജോലി ചെയ്തു. 1997 ഇന്ത്യൻ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട MP ആയിട്ട് അദ്ദേഹം കടന്നു വന്നു. നായർ വാസ് ഇനീഷ്യലി ആൻ ഉറുദു പ്രസ് റിപ്പോർട്ടർ. In those days, journalism was neither a well-paid job nor glamorous. He was the editor of the Delhi edition, The Statesman. He had been the forefront of covering many historic occasions on the countries such as 1971 Indo-Pak War,
liberation of Bangladesh and the infamous emergency of 1975, he was one of the first journalists to be jailed during the emergency for his detailed documentation of human rights violation and corruption by the government. Later, he had also headed the news agency United News of India. അപ്പോൾ ഇവിടെ പറയുന്ന അദ്ദേഹം ഒരു സാധാ ഉറുദു പത്രത്തിൻ്റെ ജേർണലിസ്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ആരംഭിക്കുന്നു. പിന്നീട് അദ്ദേഹം സ്റ്റേറ്റ്സ്മാൻ എന്ന് പറയുന്ന പത്രത്തിൻ്റെ എഡിറ്ററായിട്ട് മാറുന്നു. ഒപ്പം തന്നെ അദ്ദേഹം ഒരുപാട് ഹിസ്റ്റോറിക് ഇവൻറ്റ്സ് കവർ ചെയ്യാൻ, പ്രത്യേകിച്ച് ഇൻഡോ പാക് വാർ 71 നടക്കുമ്പോൾ 75 നാഷണൽ എമർജൻസി, ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കാലഘട്ടം, ലിബറേഷൻ ഓഫ് ബംഗ്ലാദേശ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ കണ്ട് അത് റിപ്പോർട്ട് ചെയ്ത ചരിത്രം കുൽദീപ് നായർക്കുണ്ട്. ഒപ്പം തന്നെ ആദ്യമായിട്ട് ഒരു ജേർണലിസ്റ്റ് ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ പേരിൽ കോളം എഴുതിയപ്പോൾ ആദ്യമായിട്ട് നാഷണൽ എമർജൻസി പീരീഡിൽ ജയിലിൽ പോയ വ്യക്തിയും കുൽദീപ് നായർ തന്നെയാണ്. പിന്നീട് അദ്ദേഹം യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ന്യൂസ് ഏജൻസിയുടെ ഹെഡായിട്ട് വളരെ കുറച്ചു കാലം സേവനം ചെയ്തു. He wrote syndicated columns and articles that were published in over 80 newspaper in 14 languages. 80ഓളം ന്യൂസ് പേപ്പറുകളിലായിട്ട് 14ഓളം ഭാഷകളിൽ അദ്ദേഹം എഴുതിയെന്നാണ് പറയുന്നത്. Nayar's popular column Between the Lines was a true reflection of his dedicated advocacy for the freedom of the press. His political commentary was well known for being critical, vociferous and bold. അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിലൂടെ ഫ്രീഡം ഓഫ് പ്രസ്സിന് വേണ്ടി വാദിക്കുകയും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കമൻട്രീസിൽ അദ്ദേഹം ശക്തമായ ഭാഷയിലൂടെ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ലേഖനമായിട്ട് കണക്കാക്കപ്പെടുന്നത് ബിറ്റ്വീൻ ദ ലൈൻസ് ആണ്. അതിലുൾപ്പെടെ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഫ്രീഡം ഓഫ് പ്രസ് തന്നെയാണ്. Nayar's autobiography entitled Beyond the Lines was released in July 2012. He passed away on 23rd August 2018 at the age of 95. 95 വയസ്സിൽ അദ്ദേഹം മരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി, അദ്ദേഹത്തിൻ്റെ ബിറ്റ്വീൻ ദ ലൈൻസ് പോലെ തന്നെ ബിയോണ്ട് ദ ലൈൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ബുക്കും അദ്ദേഹം ഇറക്കിയിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് VK മാധവൻകുട്ടിയാണ്. അതിനുശേഷം K ജയചന്ദ്രൻ, TN ഗോപകുമാർ, ലീല മേനോൻ തുടങ്ങിയ ആൾക്കാരെയാണ് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് പരിചയപ്പെടുന്നത്. സോ VK മാധവൻകുട്ടി. VK മാധവൻകുട്ടി was a senior journalist who was stationed in New Delhi as Chief of Bureau of Madhubhumi for most of his career. He retired from Madhubhumi after serving for 40 years. He was also one of the founding director of Asianet, the first private television channel in Malayalam. അപ്പോൾ VK മാധവൻകുട്ടിയുടെ വലിയ 2 കോൺട്രിബ്യൂഷൻ, ഒന്ന് അദ്ദേഹം മാതൃഭൂമിയുടെ ന്യൂഡൽഹി ബ്യൂറോയിൽ വർക്ക് ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഏകദേശം 40 വർഷം അദ്ദേഹം മാതൃഭൂമിക്ക് വേണ്ടി വർക്ക് ചെയ്തു. അതിനുശേഷം പെയ്ഡ് ചാനൽസ് അഥവാ പ്രൈവറ്റ് ചാനൽസ് ആയിട്ടുള്ള ഏഷ്യാനെറ്റ് പോലെ കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മലയാളം ചാനൽ എന്ന് വിളിക്കാവുന്ന ഏഷ്യാനെറ്റ് തന്നെയാണ്. അതിൻ്റെ തുടക്കത്തിന് കാരണമായിട്ടുള്ള വ്യക്തിയാണ്, ഫൗണ്ടിങ് ഡയറക്ടേഴ്സിൽ ഒരാളാണ് VK മാധവൻകുട്ടി. His long innings in New Delhi as a senior journalist earned him greater visibility among the media fraternity and Malayalis in the capital. Thus, he was deeply involved in all matters connected with Kerala and became a spokesman in the capital for all the legitimate causes connected with Malayalis and Kerala society. കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളിലും ഇടപെടാനും ഒപ്പം തന്നെ ഒരു 40 വർഷത്തെ ലോങ് കരിയർ ഇവിടെ തന്നെ ഡൽഹിയിൽ തന്നെ അദ്ദേഹത്തിന് കിട്ടിയതുകൊണ്ട് അദ്ദേഹത്തിന് മലയാളികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഡൽഹിയിലൊരു പ്രൊമോട്ടറായിട്ട് നിൽക്കാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന് കിട്ടി.
Kutty had also written several books. He was honored with Sahitya Academy Award and Padma Shri in 2002 by the Government of India. He was awarded Swadeshabhimani Puraskaram in 2002 by the Kerala government. അപ്പോൾ പല രീതിയിലുള്ള അവാർഡുകൾ നേടിയെടുത്ത് ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം കൊടുത്ത കോൺട്രിബ്യൂഷന് ഈ രാജ്യം വേണ്ടത്ര പരിഗണന നൽകിയിട്ടുണ്ട്. പത്മശ്രീ കൊടുത്തു, സ്വദേശാഭിമാനി പുരസ്കാരം കൊടുത്തു, അതുപോലെ തന്നെ സാഹിത്യ അക്കാദമി അദ്ദേഹത്തിൻ്റെ ബുക്കിന് അവാർഡും കൊടുത്ത് വേണ്ട പരിഗണന VK മാധവൻകുട്ടിക്ക് നൽകി. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 40 വർഷം നീണ്ടു നിന്ന അദ്ദേഹത്തിൻ്റെ ഡൽഹി കരിയറും അതിനുശേഷം ഏഷ്യാനെറ്റ് പോലൊരു ചാനലിൻ്റെ തുടക്കം. അദ്ദേഹം ഏഷ്യാനെറ്റിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇന്ന് ഇത്രയധികം പെയ്ഡ് ചാനൽസ് കേരളത്തിൽ ഉണ്ടാവാനായിട്ട് കാരണമായത്. നെക്സ്റ്റ് വൺ, K. Jayachandran. K. Jayachandran was a daring journalist who actively championed the cause of poor and marginalized. He was a committed journalist who took a clear and decisive stand on issues, fought for those things which he thought were important and was willing to face the consequences. ഏറ്റവും വലിയ പ്രത്യേകത ധൈര്യസമേതം എന്തും എഴുതാൻ തയ്യാറായിരുന്ന, പ്രത്യേകിച്ച് അദ്ദേഹം പുവർ വിഭാഗം അല്ലെങ്കിൽ പാവപ്പെട്ടവരെന്ന് വിളിക്കപ്പെടുന്നവർ എന്തുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്നു, മാർജിനലൈസ് ചെയ്യപ്പെടുന്നു എന്ന വിഷയത്തിൽ വളരെ ശക്തമായിട്ട് ഇടപെടുകയും അതുപോലെ തന്നെ വളരെ കമ്മിറ്റഡ് ആയിട്ടും ഡിസിസീവ് ആയിട്ടുള്ള സ്റ്റാൻഡ്, ഏതെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഇഷ്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡ്, നിലപാടെടുക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തിയാണ്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ബാച്ചുലർ ഓഫ് ജേർണലിസം ഫ്രം യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, he joined Madhrubhumi as a reporter. Soon he became a cult figure among the journalists for his earth-shaking report from Wayanad on the deprivation and dispossession of the tribals and marginalized. Jayachandran was at the forefront in fighting for the cause of environment and human rights. രണ്ട് മേഖലകളിലാണ് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തത്. ഒന്ന്, ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി പോരാടുകയും രണ്ട്, എൻവിറോൺമെൻറ്റിന് വേണ്ടി പോരാടുകയും ചെയ്തു. ഇതിൽ തന്നെ മാർജിനലൈസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന, അധകൃതരായി മാറുന്ന ഒരു വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം നിലകൊണ്ടത്. ആ നിലപാടിൻ്റെ പേരിൽ അദ്ദേഹം ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു. മാതൃഭൂമിയിലെ കാലിക്കറ്റ് അദ്ദേഹം കുറേ കാലം ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്തു. ആ കാലഘട്ടത്തിൽ തന്നെയാണ് വയനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന, ട്രൈബൽസ് അനുഭവിക്കുന്ന മാർജിനലൈസേഷനെതിരെ, മാറ്റി നിർത്തപ്പെടലിനെതിരെ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗമായിട്ട് കണക്കാക്കപ്പെടുന്നതിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടം നയിച്ചതും ആ റിപ്പോർട്ടിന് അദ്ദേഹത്തിന് വേണ്ടത്ര അംഗീകാരം കിട്ടിയതും. Jayachandran was a reporter with a difference. He picked up stories that were largely neglected by the mainstream media and journalists. അത് തന്നെയാണ് ജയചന്ദ്രനെ പോപ്പുലറാക്കിയത്. മെയിൻസ്ട്രീം മീഡിയ അല്ലെങ്കിൽ പ്രമുഖ മാധ്യമങ്ങൾ പറയാൻ മടിക്കുന്ന വിഷയങ്ങൾ, ചൂണ്ടിക്കാണിക്കാൻ മടിക്കുന്ന വിഷയങ്ങളിൽ സെലക്ട് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള പഠനം നടത്തി അത് റിപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹം തയ്യാറായതുകൊണ്ടാണ് അദ്ദേഹം ഇത്രമേൽ പോപ്പുലറൈസ് ചെയ്യപ്പെട്ടത്. His candid report have directed the attention of the authorities and public to the issue that he championed, like the noted journalist P. Sidharth, who had earned a special place for the agricultural and rural reporting. K. Jayachandran was also a leading figure and fighter for social justice, highlighting the issues of the ordinary people by closely associating with them. He died on 24th November 1999. 1999 നവംബർ 24 അദ്ദേഹം മരിക്കുന്നു. അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം സെലക്ട് ചെയ്ത വിഷയങ്ങളുടെ പേരിൽ, ഇപ്പോൾ നമ്മളുടെ പി സൈദ്നാഥ് അദ്ദേഹം റൂറൽ റിപ്പോർട്ടിങ്ങിൻ്റെ പേരിൽ ഫേമസ് ആയതുപോലെ, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ റിപ്പോർട്ടിങ്ങിൻ്റെ പേരിൽ ഫേമസ് ആയതുപോലെ, ജയചന്ദ്രൻ ഒഴിവാക്കപ്പെടുന്ന, മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗത്തിൻ്റെ ശബ്ദമായി മാറിയതിൻ്റെ പേരിൽ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയാണ്. അടുത്തത് TN ഗോപകുമാർ. TM ഗോപകുമാർ, popularly known among his colleagues as TNG, as the editor-in-chief of Asianet News. He began his career with the Indian Express. He had also worked for Madhrubhumi,
News Time, Statesman, The Independent. He also contributed to BBC Radio before joining Asianet. T.N. Gopakumar, നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാമായിരുന്ന ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന കണ്ണാടി സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ട് അതിലൊരു വിമർശനാത്മകമായിട്ടുള്ള എലമെൻറ്റ് കൊണ്ടുവന്ന് അതിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ മുന്നിട്ടിറങ്ങിയ വ്യക്തിയാണ് T.N. ഗോപകുമാർ. അതിന് അദ്ദേഹം ഒരുപാട് അപ്രീസിയേഷൻ ഏറ്റുവാങ്ങിയിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹം ഒരുപാട് പ്രസിദ്ധീകരണങ്ങളിൽ വർക്ക് ചെയ്തു. BBC റേഡിയോയിൽ ഉൾപ്പെടെ ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. Gopakumar was famous for his news show Kanadi on Asianet, which he anchored for 22 years. Kanadi was a news-based show that looks at social and political issues incisively. ഞാൻ ഓൾറെഡി പറഞ്ഞു നിർത്തിയുള്ളൂ. കണ്ണാടി സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളെ കൈകാര്യം ചെയ്ത് അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് അത് ജനങ്ങൾക്കിടയിൽ എത്തിച്ചുകൊണ്ട് അവരെ കൊണ്ട് സംസാരിപ്പിക്കുക. ജനങ്ങൾക്കിടയിൽ ഈ പ്രശ്നത്തെ മുന്നോട്ട് കൊണ്ടുവന്ന് അവർക്ക് ഇതൊരു വിഷയമാണ് എന്നുള്ള തരത്തിൽ അവരെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ശ്രമമാണ് T.N. ഗോപകുമാർ അദ്ദേഹത്തിൻ്റെ കണ്ണാടി എന്ന പ്രോഗ്രാമിലൂടെ ചെയ്തിരുന്നു. ഏകദേശം 22 വർഷം ആ പ്രോഗ്രാമിൻ്റെ ആങ്കറായിട്ട് അദ്ദേഹം തുടർന്നു. The show had completed 1000 episodes. He was very popular among the Malayali audience with the Kanadi program and the familiar figure of Asianet from its inception. തുടക്കകാലം തൊട്ടേയുള്ള ഏഷ്യാനെറ്റിൻ്റെ ഒരു സന്തത സഹചാരി. കാരണം ഏഷ്യാനെറ്റിൻ്റെ ഒരു 25-30 വർഷത്തെ ചരിത്രമേ പറയാനുള്ളൂ. ആ ചുരുങ്ങിയ കാലഘട്ടത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഏഷ്യാനെറ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയാവുന്ന തുടക്കക്കാരൻ എന്ന രീതിയിലും ഏഷ്യാനെറ്റിലെ സ്ഥിരം സാന്നിധ്യം എന്ന രീതിയിലും ഇന്നും ആൾക്കാരത് ഓർത്തുകൊണ്ടിരിക്കുന്നു. ഗോപകുമാർ wrote books on various subjects, directed a film, Jeevan Mashai in 2001 and a serial for Doordarshan, Verugal. He won Kerala Sahitya Academy Award for Sujindrum Regagal. In addition to another awards during his 3-decade-long journalist career. So, അദ്ദേഹം പുസ്തകം എഴുതി. ആ പുസ്തകത്തിന് അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. 2001 അദ്ദേഹം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം ദൂരദർശന് വേണ്ടി വേരുകൾ എന്ന് പറയുന്ന ഒരു ടെലി ഡോക്യുമെൻ്ററി എന്ന് വിളിക്കാവുന്ന ഒരു സീരിയലും അദ്ദേഹം ചെയ്തിരുന്നു. Then Leela Menon. Leela Menon was a pioneer woman journalist from Kerala. He pursued the cause of women and the marginalized section of society. Many of her exclusive news reports, including investigative ones, were covered nationally. അപ്പോൾ ലീല മേനോൻ കേരളത്തിൽ നിന്ന് ഉയർന്നു വന്ന വളരെ പോപ്പുലറായിട്ടുള്ള ജേർണലിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സ്ത്രീകൾ ഈ രംഗത്ത് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ മാർജിനലൈസ് ചെയ്യപ്പെടുന്നതിൻ്റെ കാരണമെന്ത് എന്ന് കണ്ടെത്താൻ ഇറങ്ങിത്തിരിച്ച വ്യക്തിയാണ്. നമുക്കറിയാം സ്ത്രീ എന്ന് പറയുമ്പോൾ എപ്പോഴും സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്നുണ്ട് ഇപ്പോഴും. ബിക്കോസ് അതിന് പല റീസൺസ് ഉണ്ട്. നമ്മൾ പറയും കേരളം ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ആണെന്ന് പറയും. സ്ത്രീകൾ ബയോളജിക്കലി എന്താ പറയുക വീക്കറാണെന്ന് നമ്മൾ പറയും. ഈ ന്യായങ്ങളൊക്കെ നിരത്തിയാലും സ്ത്രീകൾ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വിഭാഗമായിട്ട് ഒഴിവാക്കി നിർത്തപ്പെടുന്ന വിഭാഗമായിട്ട് മാറുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട്സൊക്കെ നാഷണൽ വൈഡ് അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ളതാണ്. Menon, who began her journalistic career with the Indian Express in New Delhi in 1978, shot into the limelight for her wide range of exclusive stories and courageous reporting at a time when a very few women journalists
from Kerala showed the courage to enter the field, she led the way for them. She worked with the Indian Express in New Delhi, Kochi and Kottayam. Woman-centric stories were her strong point. അപ്പോൾ ലീല മേനോൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മാധ്യമരംഗത്ത് സ്ത്രീകളുണ്ടെങ്കിലും അവരാരും ഫീൽഡിലേക്ക് ഇറങ്ങാൻ തയ്യാറാവുന്നവരായിരുന്നില്ല. സബ് എഡിറ്റർ പോസ്റ്റിലിരുന്നു കൊണ്ട് അതിനകത്ത് വരുന്ന വാർത്തകളുടെ ഭംഗി കൂട്ടുന്ന ചടങ്ങിൽ മാത്രം പങ്കെടുത്തിരുന്നവരായിരുന്നു സ്ത്രീകൾ. പക്ഷെ ലീല മേനോൻ പുറത്തേക്ക് ഇറങ്ങാനും ഫീൽഡിൽ പോയി ന്യൂസ് കളക്ട് ചെയ്യാനും സ്ത്രീകൾക്കും സാധിക്കുമെന്ന് സ്ത്രീ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത റൈറ്ററാണ്. ഒപ്പം തന്നെ ആ ഒരു കറേജസ് ആയിട്ടുള്ള തീരുമാനം പിന്നാലെ വന്ന ഒരുപാട് പേർക്ക് ആ മേഖലയിലേക്ക് ഇറങ്ങാനും ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യാനുമുള്ള ഒരു അവകാശം നേടിയെടുത്തു കൊടുക്കാൻ ലീല മേനോന് സാധിച്ചു. She came into the profession after leaving a secure government job. She might not have even been getting half of what she was earning before. That shows her dedication to the profession. അപ്പോൾ സർക്കാർ ജോലി ഉണ്ടായിട്ടും ആ ജോലി വേണ്ടാന്ന് വെച്ച് ജേർണലിസം പ്രൊഫഷനോടുള്ള ആത്മാർത്ഥത കൊണ്ടും താല്പര്യം കൊണ്ടും അതിലേക്ക് ഇറങ്ങി വന്ന വ്യക്തിയാണ്. ഒരുപക്ഷെ ജേർണലിസ്റ്റ് ആയതിനു ശേഷം പണ്ട് സർക്കാർ ജോലി ചെയ്തിരുന്നപ്പോൾ കിട്ടിയിരുന്നതിൻ്റെ പകുതി സാലറി പോലും കിട്ടിയിരുന്നില്ല. എന്നിട്ടും ആ പ്രൊഫഷനോടുള്ള താല്പര്യം കൊണ്ട് വീണ്ടും അത് തുടർന്ന് അതിൽ തന്നെ പ്രവർത്തിക്കാൻ ലീല മേനോൻ കാണിച്ച താല്പര്യവും ധൈര്യവുമാണ് ആളെ ഇന്നും ഓർമ്മിക്കുന്നതിൻ്റെ പ്രധാന കാരണം. She was an extremely daring journalist and had a tremendous sense of news, recalled M.K. Das, former Kerala resident editor of the Indian Express. After her long stint with Express from 1978 to 2000, she started writing columns for The Hindu, Outlook and Madhyamam. Later she joined Janmabhoomi as its chief editor. അപ്പോൾ ദി ഹിന്ദുവിന് വേണ്ടി വർക്ക് ചെയ്തു. ഔട്ട്ലുക്ക്, മാധ്യമം തുടങ്ങിയ പത്രങ്ങൾക്ക് കോളംസ് എഴുതി കൊടുത്തു. അവരുടെ സ്റ്റാഫല്ല, അവർക്ക് വേണ്ടി പേയ്മെൻറ്റ് ബേസിസിൽ കോളംസ് എഴുതി കൊടുത്തു. പക്ഷെ പിന്നീട് ആൾ പോയിട്ട് BJP ദിനപത്രമായിട്ടുള്ള ജന്മഭൂമിയുടെ ചീഫ് എഡിറ്റർ പോസ്റ്റിലേക്ക് വന്നു. ഹിസ് ഓട്ടോബയോഗ്രഫി നിലയ്ക്കാത്ത സിംഫണി ഈസ് കൺസിഡേർഡ് എ brave memoir detailing all the major events in her life, from her childhood to marriage to journalism and finally her fight with cancer. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള നിലയ്ക്കാത്ത സിംഫണി എന്ന പുസ്തകം വളരെ മികച്ച ഒരു പ്രതികരണമുണ്ടാക്കുകയും ഒപ്പം തന്നെ ലീല മേനോൻ്റെ ജീവിതത്തെ തുറന്നു വെച്ച ഒരു പുസ്തകമായിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ്, മാരേജ്, ജേർണലിസം പ്രൊഫഷനിലേക്കുള്ള കടന്നുവരവ്, അവസാന കാലത്ത് അദ്ദേഹം ക്യാൻസറിനെതിരെ നടത്തിയ പോരാട്ടം ഉൾപ്പെടെ അതിനകത്ത് ചിത്രീകരിക്കപ്പെട്ടു. അപ്പോൾ വളരെ ബ്രേവായിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ടും ഒപ്പം തന്നെ വളരെ മികച്ച കോൺട്രിബ്യൂഷൻ ജേർണലിസം മേഖലയ്ക്ക് തന്ന വ്യക്തി എന്ന നിലയിലും ഇന്നും ഇദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഈ രാജ്യം സ്മരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ചില മലയാളം ജേർണലിസത്തിലെ ലെജൻസ്. ഇപ്പോൾ TN ഗോപകുമാറും ലീല മേനോനും പോത്തൻ ജോസഫൊക്കെ മലയാളത്തിലെ ലെജൻസ് തന്നെയാണ്. പക്ഷെ അവർ ന്യൂഡൽഹി ബേസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ ഇന്ത്യൻ പ്രസ്സിൽ, ഇന്ത്യൻ മീഡിയയുടെ ഭാഗമായിട്ട് നിലകൊണ്ട വ്യക്തികളാണ്. എന്നാൽ മലയാളത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മലയാളത്തിൽ ലെജൻസ് ആയിട്ട് മാറിയ ആൾക്കാരെയാണ് നമ്മളിനി നെക്സ്റ്റ് ക്ലാസ്സിൽ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നെടുത്ത ഭാഗം നന്നായിട്ട് നോക്കുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.